ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവരോടും ലവ് യു സോ മച്ച്. ബിക്കോസ് ഒരു ദിവസം എൻ്റെ വീഡിയോ വരാത്തതുകൊണ്ട് രണ്ട് മൂന്ന് പേര്, 3 പേരാണോ 4 പേരാണോ എന്നറിയില്ല, നിങ്ങൾക്കാണ് ഈ ഒരു ലവ് ഞാൻ തന്നത്. ബിക്കോസ് നിങ്ങൾ ചോദിച്ചു, മാം എന്ത് പറ്റി, ഓൾ ഓക്കെ, ഹൗ ആർ യു, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ, അല്ല എന്ത് പറ്റി മാം, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹാർട്ടിൽ ടച്ച് ചെയ്തു, ഭയങ്കര എനിക്കത് ഫീൽ ചെയ്തു. ഓക്കെ, ലോട്ട്സ് ഓഫ് ഹഗ്സ് ടു യു ഓൾ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അവിടുത്തെ ബഹളം കാരണം. അതുകൊണ്ടാണ് അവിടുന്ന് ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റായി, അതാണ്. അപ്പോൾ നിങ്ങൾ ആരും എന്തെങ്കിലും, ഞാനിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വീഡിയോ ഇട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാക്ടീസ് ഏതാണോ ആ വീഡിയോ, ഞാൻ എല്ലാ വീഡിയോയിലും ഓരോ പ്രാക്ടീസ് പറയുന്നുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 90 ഡേയ്സ് കണ്ടിന്യൂസ് പോകണം. എന്തെങ്കിലും കാരണത്താൽ ഇട്ടില്ല എങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡേ 1 to ഇന്നത്തെ ഡേ വരെയുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തതെന്നുള്ള കമൻറ്റ് ചെയ്യുക. മാക്സിമം ഈ ഒരു പ്രാക്ടീസ് ആളുകളിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പറ്റുമെങ്കിൽ അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കാം. സൂപ്പർ ക്ലാസ് ആയിരുന്നു, ഭയങ്കര ഫീലായിരുന്നു എല്ലാവർക്കും ഉണ്ടായത്. അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പോൾ കാരണം നോക്കിയിട്ട് ഞാൻ ചെയ്യാം. ഫേസൊക്കെ എനിക്ക് ഹൈഡ് ചെയ്യണം, കാരണം ആളുകളുടെ പ്രൈവസി ഇഷ്യൂ വരാൻ പാടില്ലല്ലോ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പക്ഷേ സൂപ്പർ ക്ലാസ് ആയിരുന്നു, അടിപൊളി മെഡിറ്റേഷനാണ് കൊടുത്തത്. ക്ലാസ്സിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഹീലിംഗ് നല്ലൊരു മെഡിറ്റേഷനായിരുന്നു കൊടുത്തത്. എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, എനിവേ, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട പ്രാക്ടീസ് ഞാൻ പറയാം. ഇന്ന് ഈ വീഡിയോ കേട്ട ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു 10 ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ 100 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയല്ലേ ലൈഫിൽ കിട്ടിയതിൻ്റെ 100 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. ഞാൻ ഓരോ ദിവസം ഇനി ഓരോ ടോപ്പിക്കാണ് തരാം, ആ ടോപ്പിക്കിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിൽ ഇന്ന് ആദ്യത്തെ ദിവസം ഞാൻ തരാൻ പോകുന്നത് പേരൻസ്. കാരണം പേരൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടായത്. യുവർ ബയോളജിക്കൽ ഫാദർ ആൻഡ് മദർ, അവർക്ക് വേണ്ടിയിട്ടാണ്. പേരൻസ് പല തെറ്റുകൾ മിസ്റ്റേക്കും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അത് അവരുടെ പ്രോഗ്രാംസാണ്, അവരുടെ പാറ്റേൺസാണ്, അവരുടെ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് ആണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. എന്തൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടി, അവരുണ്ടായതുകൊണ്ട് അവരുടെ സ്ട്രെങ്ത്ത് മാത്രം എടുക്കുക, വീക്ക്നെസ് എടുക്കണ്ട. അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആയിരുന്നു, നിങ്ങൾ വീക്കായി നിന്നപ്പോൾ ഫാദർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു, നല്ല എഡ്യൂക്കേഷൻ തന്നു, നല്ല ലൈഫ് നിങ്ങൾക്ക് തന്നു, കോൺഫിഡൻസ് തന്നു, സ്ട്രെങ്ത്ത് തന്നു, എപ്പോഴും ധൈര്യം തന്നു, അല്ലേ? അതൊക്കെ ചിലപ്പോൾ ഫാദർ ആയിരിക്കും, മദർ ചിലപ്പം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ലൈഫിൽ ഒരുപാട്, ചിലപ്പോൾ ജോലി വരെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും, ലൈഫ് മൊത്തം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ വാക്കുകൾ കൊണ്ടോ ഇറസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം, ശരിയല്ലേ? അപ്പോൾ അതൊക്കെ അവർക്ക് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്യാനും അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് ശരിക്കും അവർ നമ്മളോടുള്ള അപ്രോച്ച് മാറും, അവർക്ക് നമ്മളോടുള്ള അപ്രോച്ച് മാറും, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഞാൻ മിനിമം 10 ഗ്രാറ്റിറ്റ്യൂഡാണ് പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് എത്ര എഴുതാം, 25, 50 എത്ര എഴുതാം, അത്രയും നിങ്ങൾ എത്ര എഴുതുന്നു അത്രയും നിങ്ങളും അവരുമായിട്ടുള്ള ബോണ്ട് കൂടുന്നു. ആ ഒരു കാർമിക് ഡെപ്റ്റ് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. കാർമിക് ഡെപ്റ്റ്, കാർമിക് സോൾസ്, ഇതൊക്കെ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം ക്ലിയർ ആവുന്നുണ്ടാവും, നിങ്ങൾ തമ്മിൽ കൂടുതൽ ബോണ്ടിങ് കണക്ഷനിലോട്ട് എത്തുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരു ബുക്ക് എടുത്തിട്ട് റൈറ്റ് മിനിമം 10 ഗ്രാറ്റിറ്റ്യൂഡ്സ് ഫോർ യുവർ ഫാദർ ഓർ യുവർ പാരൻസ്. അല്ല, ഞാൻ ഫാദറല്ലേ പറഞ്ഞത്, മദറാണോ? ഒരു മിനിറ്റ്, ഞാൻ എന്തായിരുന്നു ക്ലാസ് 2 മണിക്കൂർ കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു, ഇപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞത്. ഇന്ന് നിങ്ങൾ
പേരൻസ് ആണല്ലോ ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നാൽ ഇന്ന് പേരൻസ് അല്ല, ഫാദർ ചെയ്തോളൂ. കാരണം നാളെ നമുക്ക് മദർ ചെയ്യാം. നാളെ നോക്കിയിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രാക്ടീസ് ആയിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോ നിങ്ങൾ കാണണം. നാളെ എന്താണ് ഞാൻ പറയുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങൾ ഫാദറിന് വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫാദറിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടെല്ലാം. ചിലപ്പോൾ ഫാദർ ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കില്ല, ചിലപ്പം സോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നാലും സോൾ കണക്ഷൻ എനർജറ്റിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഫീൽ ചെയ്ത് നിങ്ങൾ കാം ഡൗൺ ചെയ്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ എടുത്ത് ഇൻഹേൽ എക്സേലൊക്കെ ഒരു 5 സൈക്കിൾ എടുത്ത് കാം ഡൗൺ ചെയ്ത് ഫേസും കൈയൊക്കെ വാഷ് ചെയ്ത് വേണമെങ്കിൽ ഒരു ക്യാൻഡിലോ എന്തെങ്കിലും കത്തിച്ചൊരു നല്ലൊരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ചിന്തിച്ച് എന്തൊക്കെയാണ് ബ്ലെസ്സിങ്സ് കിട്ടിയത്. ഫോണൊക്കെ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് എഴുതാം. ഒരു മിനിമം 10, മാക്സിമം നിങ്ങൾക്ക് എത്ര എഴുതാം. ഓക്കെ, അപ്പോൾ ഫാദറിന് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നല്ല യൂട്യൂബിലിടുന്നത്, റോ ആയിട്ടാണ് ഇടുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ റോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റേക്ക് നേരത്തെ പേരൻസ് എന്ന് പറഞ്ഞപ്പോൾ ഫാദറിലേക്ക് ആക്കിയത്. നിങ്ങളൊന്നും തോന്നണ്ട, നിങ്ങൾ ഫാദറിൻ്റെ ആണ് എഴുതേണ്ടത്, മദറിൻ്റെ ഞാൻ പറയാപ്പോഴാണ് എഴുതേണ്ടതെന്നുള്ളത്. ഇന്ന് ഫാദറിന് വേണ്ടി മാത്രം ചെയ്യുക. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ റിയലൈസ് ചെയ്തത്? ഇത്രയും കാലം നിങ്ങൾ ഫാദറിൻ്റെ മിസ്റ്റേക്സ് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് ഇത്രയും ചെയ്ത് തന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ ചിലപ്പം ഭയങ്കര എന്താ എക്സൈറ്റഡ് ആവും. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതിൽ സോറി. ഇന്ന് ചെയ്യുക. ഇൻ കേസ് എപ്പോഴെങ്കിലും വീഡിയോ ഇടാൻ ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ല, എന്തെങ്കിലും തിരക്ക് കാരണമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ പ്രീവിയസ് ഏതെങ്കിലും ഒരു പ്രാക്ടീസ് ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു, ലവ് യു.